ദൈവത്തിന് മഹത്വം. ഇന്ന് പകൽവേളയിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ വലിയവനായ ദൈവം എനിക്ക് അവസരം ഒരുക്കി തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise and thank God for the opportunity that God has given for me to be amongst you. അതിന് മുഖാന്തരമായി തീർന്നത് പാസ്റ്റർ ഓർപ്പിച്ചതുപോലെ രജിബേർ ആണ്. അപ്പോൾ തന്നെ ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ കുടുംബം, അതുപോലെ അസോബിളിസ് ഗോഡിലെ സീനിയർ പാസ്റ്ററായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ജയ് ജോൺ പാസ്റ്റർ, സന്നിധരായിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. And the reason I have been able to be to the churches through Reggie brother, and I greet the pastors and family and every person that's gathered over here. ദൈവത്തിന് മഹത്വം. സമയം അധികമില്ലാത്തത് കൊണ്ട് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ ഞാൻ ആദ്യമായിട്ടാണ് ട്രാൻസ്ലേഷനിൽ ഇങ്ങനെ ദൈവവചനം ശുശ്രൂഷിക്കുന്നത്. അതിനുള്ള ആവശ്യകത ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ ഞാൻ കർത്താവിൻ്റെ ദാസൻ, അതുപോലെ നമ്മുടെ റെജിബർ തൻ്റെ മാതൃ ചർച്ചായിരുന്ന കൊഴുവല്ലൂർ ഞാൻ ശുശ്രൂഷിക്കുമ്പോൾ താൻ ദൈവവചനം സംസാരിക്കുകയും ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെയും ഒരു ട്രാൻസ്ലേഷൻ്റെ കാര്യം ഉണ്ടായിട്ടില്ല. Being a part of the translation is my first time. I never had to experience that. ഈ പകൽ വേളയിൽ എന്നെ തന്നെ പരിചയപ്പെടുത്തി. എൻ്റെ പേര് രാജൻ യോഹന്നാൻ. എൻ്റെ സ്വന്തം സ്ഥലം കൊല്ലം ഡിസ്ട്രിക്റ്റിൽ കുണ്ട്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ശുശ്രൂഷിക്കുന്നത് ആയിരം തെങ്ങ് സഭയിൽ, ഓച്ചിറയ്ക്ക് പടിഞ്ഞാറ് ആയിരം തെങ്ങ് സഭയിലാണ് ശുശ്രൂഷിക്കുന്നത്. കഴിഞ്ഞ 25 വർഷം അസംബ്ലീസ് ഗോഡിലെ ശുശ്രൂഷകനായിരിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. I've been ministering in a church, being a part of Assemblies of God for about 25 years, and I hail from Kerala and leading a church in Kundra, Kollam. ഇന്നത്തെ വിഷയത്തിനായിട്ട് 23-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാം വാക്യം ഒരാൾക്ക് വായിക്കാം. Today I would like to focus on Psalms chapter 23 verse 6. Somebody can read it, please. ദൈവത്തിന് മഹത്വം. 23-ാം സങ്കീർത്തനത്തിൽ നമുക്കറിയാം, ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന ആട് തൻ്റെ ഇടയനായ ദൈവത്തോട് സംസാരിക്കുന്നതാണ്. This Psalms 23 is a conversation where the sheep, that is the people of God, is conversing with the shepherd, that is God himself. 22-ാം സങ്കീർത്തനം യേശുവിനെ നല്ല ഇടയനായിട്ട് പ്രസ്താവിക്കുന്നു. I mean, Psalms 22 points us to Jesus being a good shepherd. 23-ാം സങ്കീർത്തനം വലിയ ഇടയനായ കർത്താവിനെ ഘോഷിക്കുന്നു. Psalms 23 glorifies the great shepherd, Jesus Christ. 24-ാം സങ്കീർത്തനം ശ്രേഷ്ഠ ഇടയനായ ക്രിസ്തുവിനെ പ്രതിപാദിക്കുന്നു. And Psalms 24 points to the exalted Christ, exalted shepherd. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 23-ാം സങ്കീർത്തനം ആട് ദൈവജനം ദൈവം ചെയ്തതിനെ കുറിച്ച് ദൈവത്തോട് പറയുന്ന പ്രസ്താവനയാണ്. So you can see that over here in Psalms 23, it's people telling the other people about what God has done in their lives. ദാവീദ് രാജാവ് 100-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, നാം ദൈവത്തിനുള്ളവർ. I mean, this is what King David says in Psalms 100. We are God's people. അവൻ നമ്മെ ഉണ്ടാക്കി. I mean, he created us. നാം അവനുള്ളവർ. And we are for him. നാം അവന്റെ ജനം. We are his people. നമ്മൾ അവന്റെ കൈക്കലെ ആടുകളും തന്നെ. And we are the sheep of his pasture. ദൈവത്തെ കുറിച്ച് ദാവീദിന് പറയാനുള്ള കാര്യം. And this is what David has to tell about God. എന്നാൽ പുതിയ നിയമത്തിൽ യേശു കർത്താവ് പറയുന്നു, I mean, when you come to New Testament, Jesus Christ says, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കുന്നു. My sheep will hear my voice. ഞാൻ അവയെ അറിയുന്നു. I know them. അവയെ ഞാൻ പരിപാലിക്കുന്നു. And I guide them. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. I give them eternal life. അവയെ ഒരു നാളും എന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയത്തില്ല. And no one can take any of those sheep from my hand. എത്ര വലിയ പൊസിഷനാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. Can you imagine the exalted position that God has placed in It is our a marvelous. ഇത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. This is beyond our imagination or thoughts.
യേശു നമ്മളെ രക്ഷിച്ചത് I mean, the reason Jesus saved us, ഇവിടെ കുറെ കാലം നമ്മൾ സന്തോഷിച്ച് അടിപൊളിയായി ജീവിച്ച് ഒരു കഷ്ടതയില്ലാതെ ഒരു പ്രയാസമില്ലാതെ നമുക്ക് ജീവിച്ച് മുന്നോട്ട് പോകുവാൻ ഉള്ള ഒരു കാര്യത്തിനല്ല ദൈവം നമ്മെ രക്ഷിച്ചു. പിന്നെയോ അവന്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കണം. and the reason Jesus saved us is not so that you will have a blessed life here, but rather we would be sitting in the house of God forever. ദൈവം വസിക്കുന്ന ഇടത്ത് നമ്മളെ കൊണ്ട് അവിടെ വസിപ്പിക്കണം. I mean, his main goal is so that we would go and abide with him in his presence. ദൈവം വസിക്കുന്ന ഇടത്ത് നമുക്ക് വസിക്കണമെങ്കിൽ And if we need to abide in the place where God is, ഒരു കണ്ടീഷൻ ഉണ്ട്. there is one condition there. നമ്മൾ അവന്റെ ആടായിരിക്കണം. But we need to be his sheep. കുതിരയൊന്നും ആകരുത്, I mean, don't be a horse, ആനയാകാൻ പാടില്ല, don't be an elephant, സിംഹമാകാൻ പാടില്ല, don't be a lion, കുറുക്കനാകാൻ പാടില്ല. don't be a fox. We should be a sheep. നമ്മൾ അവന്റെ ആടാവണം. ആടായിരിക്കണം. We have to be a sheep. ലോക മനുഷ്യൻ ദൈവത്തെ നിഷേധിക്കുന്നവർ ദൈവമില്ലെന്ന് പറയുന്ന പരസ്യമായി വാഗൊണ്ട് പറയും ദൈവമില്ല. I mean, all of the secular people of the world will say God is not there. They would say it publicly. പക്ഷെ ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നവർ വാഗൊണ്ട് പറയത്തില്ല, പ്രവൃത്തിയിൽ ദൈവമില്ലെന്ന് പറയും. But the children of God often don't confess that God is not there, but by their actions they prove that, they show that God is not there. സോ നമ്മൾ ദൈവത്തിന്റെ ആടാണോ ഇല്ലയോ എന്ന് നല്ലവണ്ണം അറിയുന്നവൻ നമ്മുടെ ദൈവമാണ്. And it is God who knows whether we are truly his sheep or not. ദൈവത്തിന്റെ മക്കൾ ദീർഘകാലം സ്വർഗരാജ്യത്തിൽ എത്തണമെങ്കിൽ പൗലോസ്ലീഹ പറയുന്ന കാര്യമുണ്ട്. ആക്ട് ചാപ്റ്റർ 14 വേഴ്സ് 21 ഇങ്ങനെയാണ് പറയുന്നത്, വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കുകയും അനേക കഷ്ടങ്ങളിൽ കൂടി മാത്രമേ ദൈവരാജ്യത്തിൽ കടക്കാൻ പറ്റുകയുള്ളൂ. And if you have to reach the kingdom of God, Apostle Paul says in Acts chapter 14 verse 21, you have to go through a path of difficulty. വളരെ ഈസി ആയിട്ട് സ്വർഗത്തിൽ പോയി എത്താൻ പറ്റത്തില്ല. Don't think you can reach heaven easily. നമുക്കറിയാം സ്വർഗം എന്ന് പറയുന്ന ചില ആൾക്കാർ പറയും സ്വർഗവും നരകവുമെല്ലാം ഈ ഭൂമിയിലാണ്, വേറെ എങ്ങുമില്ല, നീ നല്ലതുപോലെ ജീവിച്ച ഇത് സ്വർഗമാണ്, ആമേ കഷ്ടതയുണ്ടായ ഇത് നരകമാണ്. I mean, some of the people say that there is no heaven or hell, but rather everything is on the earth. If it's pleasure for you, then it's heaven. If it's a time of suffering for you, it is hell over here. അവർ പറയുന്നത് ഇവിടെ പ്രയാസങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇത് നരകതുല്യമാണ്, അതുപോലെ നല്ല ജീവിതമുണ്ടെങ്കിൽ സ്വർഗമാണെന്ന. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അവരോട് തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, സഹോദര, സ്വർഗം എന്ന് പറയുന്ന നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അവിടെ പോസ്റ്റ് ഓഫീസ് ഉണ്ടോ? I ask a question, in your view, when you look at is heaven, does it have a post office? അവൻ പറയും നോ. The response is no. കള്ളി ഷാപ്പ് ഉണ്ടോ? Is there a toddy shop there? ഇല്ല. പോലീസ് സ്റ്റേഷൻ ഉണ്ടോ? Is there a police station there? ഇല്ല. The answer is no. സോ നിന്റെ വാക്കിൽ നിന്ന് സ്വർഗം ഈ ഭൂമിയിലല്ല. ഈ ഭൂമി കള്ളി ഷാപ്പുണ്ട്, ഈ ഭൂമി പോലീസ് സ്റ്റേഷൻ ഉണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്, പക്ഷെ അതല്ല സ്വർഗം. But by your own word now you're saying that there's no heaven, and this is not truly heaven either. അപ്പോൾ സ്വർഗത്തിൽ നമുക്ക് എത്തണമെങ്കിൽ So if you need to reach heaven, ചില പടികൾ കടന്നേ പറ്റൂ. so there are certain prerequisites that we need to go through. നമ്മൾ ഇനിഷ്യലി ദൈവത്തെ കണ്ടുമുട്ടി നമ്മൾ ദൈവത്തിന്റെ ആടാകുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും, നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവം നടത്തി തരും. അതാണല്ലോ യഹോവ എൻ്റെ ഇടയനാകുന്നു, ഗോഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ഷാൽ നോട്ട് വാണ്ട്, എനിക്ക് ഒന്നിനും മുട്ടില്ല. വളരെ നല്ല കാര്യം. In the initial days when we come to faith, we pray to God and he answers everything, and hence we say, the Lord is my shepherd, I shall not be in want. കാരണം പച്ചയായ പുൽപ്പറങ്ങളിൽ നടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തിൽ എല്ലാ സ്വസ്ഥമായ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ആമേ ഹല്ലേലൂയ പ്രൈസ് എന്ന് പറഞ്ഞ് നമുക്ക് ആഹ്ലാദമാണ്. Amen. So we have a time of where everything is favorable. At that time we are all happy about it. പക്ഷേ മൂന്നാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. So you read in verse 3, it says he restores my soul. പ്രാണൻ, നമുക്കറിയാം പ്രാണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവനാ. So when we say soul, it's equal to a life. അപ്പോൾ ലേവ്യ പുസ്തകം 17-ാം അധ്യായത്തിനകത്ത് പ്രസ്താവിച്ചിരിക്കുന്നത് മനുഷ്യന്റെ രക്തത്തിലാണ് ജീവനുള്ളത്. അതുകൊണ്ടാണ് രക്തം നമ്മൾ ഭക്ഷിക്കരുത് പറഞ്ഞത്, രക്തത്തിലാണ് ജീവൻ. Leviticus chapter 17 says life is within the blood. അപ്പോൾ ഈ
രക്തം ചൂട് പിടിക്കുന്നത് കൊണ്ടാണല്ലോ തണുപ്പിക്കേണ്ടി വരുന്നേ. I mean, because the blood warms up, that's the reason you have to be cooled down. ചില വ്യക്തികൾ പറയാറുണ്ട്, എന്നെ ചൊടിപ്പിക്കാൻ എൻ്റെ ബ്ലഡ് ചൂടാവുന്നുണ്ട് എന്ന് വെച്ചാൽ രക്തം ചൂടാവുന്നുണ്ടെ നമ്മൾ അവിവേകം കാണിക്കും, പലതും ഉണ്ടാകും, മനുഷ്യൻ ആത്മഹത്യ ചെയ്യും. I mean, some people can make wrong decisions when they are stirred in their spirit. നമ്മുടെ ജീവിതത്തിൽ ചൂട് പിടിക്കുന്ന അനുഭവങ്ങൾ ഇല്ലാത്തവരാരും തന്നെ കാണത്തില്ല. I mean, there is no one in this world that does not experience unrest moments in their life. ഞാൻ ആലോചിക്കുകയാണ്, നമ്മുടെ റിട്ടയർഡ് CB മാത്യു DGP പറഞ്ഞു തൻ്റെ പ്രബന്ധം ഈ സൂയിസൈഡിനെ കുറിച്ച് താൻ പറഞ്ഞത് തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 30 രൂപയുടെ കേസിൽ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. So he's talking about an officer where he happens to have a case where a girl suicides for a very petty amount of money. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കുടുംബത്തിൽ ഒരു മകള്, അതായത് മരുമകള് അവിടെ നല്ല രീതിയിൽ ജീവിക്കുന്ന സമയത്ത് ആ കാലത്ത് തൻ്റെ ഭർത്താവ് ഗൾഫിലായിരുന്നു. അപ്പോൾ ഗൾഫിലായിരുന്നപ്പോൾ ആ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തടപാടായിരുന്നല്ലോ. അങ്ങനെ കത്തടപാട് നടത്താനായിട്ട് കവർ ഒരു ഇല്ലൻ്റ് കൊടുത്തു കഴിഞ്ഞാൽ 10 വാചകം എഴുതിയിട്ട് സംഗതി തീരും. അപ്പോൾ ഭാര്യ എന്തു ചെയ്യും, കവറിനകത്ത് എഴുതുന്നുണ്ടെങ്കിൽ പേപ്പറിനകത്ത് എഴുതാം, അങ്ങനെ സ്റ്റാമ്പ് ഒട്ടിച്ച് അങ്ങനെ വിടുമായിരുന്നു. So this is in the olden days where this lady was a daughter-in-law of a house and she is trying to send a letter to her husband in the Gulf. പക്ഷേ ഈ അമ്മായിപ്പൻ പണക്കൊതിയനായോണ്ട് താൻ പറയും കവർ അങ്ങനെ മേടിക്കാൻ പറ്റത്തില്ല, കാര്യം അതിനകത്ത് അത് 10 രൂപയുടെ 9 രൂപയുടെ സ്റ്റാമ്പേ അന്ന് മതിയായിരുന്നു. പക്ഷേ ഇതാകുമ്പം 15 രൂപ 20 രൂപ, ഈ മരുമകൾ എത്രമാത്രം പേപ്പർ വെക്കുന്ന അതനുസരിച്ചിട്ട് അതിൻ്റെ വെയിറ്റിനനുസരിച്ചിട്ട് പൈസ കൊടുക്കണം. അപ്പം 10, 20, 30 രൂപ അങ്ങ് കൊടുക്കണം. അതിന് വീട്ടിൽ കിടന്ന് ബഹളമാണ്. So the issue over there is the father-in-law over there was a stingy man and would not allow her to have so much money to write a lot of notes, because that's how the bill was charged. അപ്പോൾ ഈ പ്രിയപ്പെട്ടവൾ ഈ വീട്ടിൽ വഴക്ക് ഒഴിവാക്കാൻ വേണ്ടി കത്ത് ഇങ്ങനെ വന്ന് ചില സ്റ്റാമ്പ് നോക്കിയപ്പോൾ ഈ സ്റ്റാമ്പ് അവരുടെ പോസ്റ്റ് ഓഫീസിലെ സ്റ്റാമ്പ് അടിച്ചത് ഇല്ലാത്തത് വലിച്ചു കീറി അങ്ങനെയെങ്കിലും ഇളക്കിയിട്ട് ഈ കത്തിനകത്തും കൂടെ അത് വെച്ചിട്ട് ഇങ്ങനെ അയക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. So the daughter-in-law was smart and she would try to find stamps which are not sealed by the post office and try to use that same stamp, reuse the same stamp. ഒരു ദിവസം ഈ പ്രിയപ്പെട്ടവളെ പിടിക്കപ്പെട്ടു. So one day she gets caught for this activity. അപ്പോൾ അത് കേസായി കഴിഞ്ഞപ്പോൾ കാണാം ഫൈനലി പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നു. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വന്നപ്പോൾ ആ കുടുംബത്തിൽ വളരെ ആഭിജാത്യമുള്ളൊരു കുടുംബമാണ്. അതുകൊണ്ട് അവിടെ ഈ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന പരിപാടികളോ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഈ പ്രിയപ്പെട്ടവൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകണം. So it reaches a point where she has to reach the police office and the police station, and this family is a very prestigious family and never has anyone gone to the police station. അപ്പോൾ അവർക്ക് വലിയ പിടിപാടുണ്ടായിട്ട് പറഞ്ഞു, സാറേ കുഴപ്പമില്ല, ജസ്റ്റ് അവിടെ വന്നെന്ന് ആയിട്ട് സംസാരിച്ചാൽ മാത്രം മതി, ഒരു മിസ്റ്റേക്ക് മകജുമകളിൽ നിന്നും വന്നതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് അമ്മായിമ്മയ്ക്ക് അവർക്ക് എല്ലാവർക്കും അത്ര ഈസിയല്ല. അവർ പറഞ്ഞു, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഈ പ്രിയപ്പെട്ടവളുടെ കൂടെ പോകാൻ, ഹസ്ബൻഡ് ഗൾഫിലാണ്, ഒരു കുഞ്ഞുണ്ട്, പക്ഷേ ഈ പ്രിയപ്പെട്ടവൾ ഇതുവരെ ജീവിതത്തിലും പോയിട്ടില്ല എന്ന് തൻ്റെ കൂടെ പോകുവാനൊരാളില്ല. So here the in-laws were not willing to go with her to the station and she was all alone. അതുകൊണ്ട് ആ പ്രിയപ്പെട്ടവൾ എന്തു ചെയ്തു, ഒരു പരിചയക്കാരനൊരു പയ്യനെ വിളിച്ചതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. And so she calls a neighbor and goes with him to the place. ഒരു ചെറുപ്പക്കാരൻ പയ്യനായതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഇന്ന മത്തായിച്ചൻ്റെ മരുമകൾ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്നു ഒരു പയ്യനുമായി. എന്തിനോ പിടിക്കപ്പെട്ട് അവരേതോ തമ്മിൽ എന്തോ വിഷയമായി ഫൈനലി പോലീസ് അറസ്റ്റ് ചെയ്ത് അവിടെ കൊണ്ടുവന്നിരിക്കുന്നു. So now the story that goes is now she is caught for something that is immoral. സ്റ്റാമ്പിന്റെ സംഗതിയൊന്നും ആർക്കും അറിയത്തില്ല, പക്ഷേ ഈ പയ്യനുമായിട്ട് എന്തോ ബന്ധത്തിലാണ് പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുന്നുള്ള ഒരു കിംവദന്തിയും കൂടെ ആയിപ്പോയി. And none of them knew what the true incident, why she came to this police station or why she was with this person, but the stories were started to be made up. അപ്പോൾ
അമ്മ ഇപ്പം കുറെ കൂടെ അളവി. So now we, എന്താണ് ഈ കാണിച്ചിരിക്കുന്നത്? ഫൈനൽ സംഭവം ചുരുക്കാൻ കൊണ്ട് ഞാൻ പറയാം, ഇനി വീട്ടിൽ നിനക്ക് സ്ഥാനമില്ല, നീ അവനുമായി ജീവിച്ചോളാൻ പറഞ്ഞു. ഇറങ്ങു പഠിക്ക് പുറത്തെന്ന് പറഞ്ഞു. so and now the in-laws, kick her out of the house because of this rumors that's been spreading around. ഈ മകൾ ഈ വിവരം അവളുടെ വീട്ടിൽ പറഞ്ഞു. അവളുടെ വീട്ടിൽ പറഞ്ഞപ്പോൾ നീ എന്തിനീ പയ്യനുമായി പോയെന്ന് പറഞ്ഞ ആ വീട്ടുകാർ അവളെ അതുണ്ടെങ്കിൽ അല്ലാതെ സ്വീകരിക്കാൻ തയ്യാറില്ല. അവൾക്ക് അങ്ങോട്ടും പോകാൻ വയ്യ, ഇവിടെയും പറ്റുന്നില്ല. അവൾ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അവളൊരു കാര്യം ചെയ്ത് ഈ കുഞ്ഞിനെ വീട്ടിലാക്കിയിട്ട് പോയി ആത്മഹത്യ ചെയ്തു. Even her own household didn't accept her, and so she didn't find. She gave her child to her own house, and she went and suicide. പ്രിയമുള്ളവരെ, അവിടെ പ്രാണൻ ചൂട് പിടിച്ചപ്പോൾ അവളൊരു ദൈവ പൈതലല്ലാഞ്ഞതുകൊണ്ട്, യഹോവയുടെ ആടല്ലാഞ്ഞതുകൊണ്ട് അവിടെ പ്രാണനെ തണുപ്പിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. I mean, when she was stirred in the spirit, there was nobody to give her comfort because she was not a sheep of God. പ്രിയമുള്ളവരെ, നമ്മൾ എത്രയെത്ര പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ തിക്തമായ അനുഭവങ്ങളും ഇതുപോലെ ചൂട് പിടിക്കുന്ന പല പല കാര്യങ്ങളുണ്ടായ സമയത്ത് ഇന്നും നമ്മൾ ഈ ആലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിപ്പാൻ ഇടയായതുകൊണ്ട് ആയത് നമ്മുടെ പ്രാണൻ ചൂട് പിടിച്ചപ്പോൾ തണുപ്പിച്ച ഒരു കർത്താവ് ഉണ്ടായിരുന്നു. കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. The very reason we all are here is because in the times where our spirit was stirred, the Lord has restored our soul and calmed us. എന്നും സ്വസ്ഥമായ അനുഭവമല്ല. I mean, it's not calm all the time. എന്നും പച്ചയായ അനുഭവമല്ല. It's not always green pastures all the time. ചൂട് പിടിക്കുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. There are times where you are are put at unrest. ഇതിൽ നീ ജയിച്ചെങ്കിൽ മാത്രമേ നിനക്ക് എന്നേക്കും വസിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കാൻ പറ്റൂ. Only if you are able to overcome in these small tests that you are able You to have to overcome. I mean, നമ്മൾ അതിജീവിച്ചേ പറ്റൂ. പറ്റത്തുള്ളൂ. I mean, we need to overcome. രണ്ടാമതായി ഇത് തീർന്നില്ല, പ്രാണൻ ചൂട് പിടിക്കുന്നത് മാത്രം. അടുത്തതാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്, കൂരിരുൾ താഴ്വരയിൽ, the depth of the valley. I mean, so next verse says focus about the valley of കൂരിരുൾ death. താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭവിക്കുക എനിക്ക് വരുത്തില്ല. I mean, even though I walk through the valley of shadow of death, I will fear no evil. ഇവിടെ നമുക്കൊരു കാര്യം പറയാം. 1-2 വാക്യത്തിൽ ഈ ആട് മറ്റുള്ളവരോട് സംസാരിക്കുകയാണ്. അവരോട് പറയുകയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് പച്ചയായ പുൽപ്പുറങ്ങൾ അവൻ എന്നെ കടത്തുന്നെന്ന് ഒരു തേർഡ് പേഴ്സണോട് സംസാരിക്കുന്നത് പോലാണ്. എന്നാൽ ഇവിടെ കൂരിരുളിന്റെ താഴ്വര വരുമ്പോൾ ഡയറക്റ്റ് ദൈവത്തോട്, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആസ്വദിപ്പിക്കുന്നു. ഡയറക്റ്റാ. അതിന്റെ അർത്ഥം ദൈവം അവനുമായിട്ട് ഡയറക്റ്റുള്ള ബന്ധമാണ് കൂരിരുന്ന താഴ്വര വന്നപ്പോൾ. So now you see the first 3 verses where he's focusing and telling us, he's telling it to a third person, but in the 4th verse now he's telling it to God that you will be there with me. Now he's directly speaking to God. പ്രിയ ദൈവമക്കളെ, കൂരിരുണ്ട താഴ്വരയിൽ എൻ്റെ ദൈവം നിന്നെ കിടത്തത്തില്ല, നിന്നെ ഇരുത്തത്തില്ല, നീ അതിൽ കൂടി നടക്കത്തേ ഉള്ളൂ. നടക്കുന്ന വ്യക്തി അത് പാസ് ചെയ്യും. For people who are going through the valley of death, always remember one thing: God doesn't let you to remain there, but rather He will allow you to pass through it and come out of it. ചിലർ വിചാരിക്കും, എന്നും എനിക്ക് കഷ്ടപ്പാടാണോ, some people think, oh, എന്നും എനിക്ക് രോഗമാണോ, is this my sickness all the time, എന്നും എനിക്ക് ഫൈനാൻഷ്യൽ ക്രൈസിസ് ആണോ, am I going through financial struggle all the time, എന്നും എനിക്ക് PR കിട്ടാത്ത അനുഭവമാണോ, is this a stage where ഇങ്ങനെ I'm not പല പല stable? കാര്യങ്ങള് നമ്മളെ ചിന്തിപ്പിക്കാം. I mean, there are so many things that might worry our lives. പക്ഷേ ദൈവമക്കളെ, തിരുവചനം അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, based on the word of God, let me tell you this, children of God, നീ ഇതിൽ കൂടി നടന്നു പോകത്തേ ഉള്ളൂ. I mean, you will walk through this നീ valley. അവിടെ സ്റ്റേ ചെയ്യത്തില്ല, You would not be നീ staying അവിടെ there. ഇരിക്കത്തില്ല. I mean, you would not remain in that place. നീ അത് പാസ് ത്രൂ ആയി മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. അവിടെ നീ വിജയം കണ്ടെത്തും. കാര്യം, നിന്നെ വിളിച്ചു വേർതിരിച്ച കർത്താവായ യേശുക്രിസ്തു ജയിച്ചവനാണ്, തോറ്റവനല്ല. And the reason you are able to go through this valley is because the one who is leading you is one who is a victor. അത് കഴിഞ്ഞതിന് ശേഷം ഈ ആട് ഈ കഷ്ടതയിൽ കൂടി കടക്കുമ്പോൾ ഈ കഷ്ടതയുടെ മൂലകാരണമായിരിക്കുന്ന ചില ശത്രുക്കളുണ്ട്. ആ വ്യക്തികളിൽ നിന്ന് സന്തോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഈ ദൈവമക്കൾക്ക് ദൈവം ചെയ്യുന്ന ഒരു വിശ്വസ്തതയാണ്. അവരുടെ മുമ്പാകെ
അവൻ നിനക്ക് സന്തോഷത്തിന്റെ ഒരു മേശ ഒരുക്കും. Now, having passed through the valley of death, during this time he raised up, there's a lot of enemies around him, and now he's telling in this verse 5 where he's saying is, you prepare a table before my enemies. പക്ഷെ നമുക്കെല്ലാവർക്കും മേശ ഒരുക്കുന്നത് നല്ലതാണ്. I mean, we all എല്ലാവരും ആഗ്രഹമാണ് നമുക്ക് എതിർക്കുന്നവരുടെ മുൻപിൽ ഓൺ ദ സ്പോട്ടിൽ തന്നെ കർത്താവേ അവന്റെ മുന്നിൽ ഒരു കാര്യം നീ കാണിക്കണം. പക്ഷെ കർത്താവ് കാണിക്കത്തില്ല. We always love to have this kind of honor in front of our own enemies, but God doesn't necessarily do that all the time. ചില പീരീഡ് നീ ആ പാതയിൽ കൂടി കടന്നു പോകും. There'll be certain times that you'll have to go through such paths. നമുക്കറിയാം മൊർദെഖായിക്ക് ന്യായമായ രീതിയിൽ അന്നത്തെ രാജാവിന് 2 പേര് ആമേൻ തൻ്റെ അകമ്പടിയിലായിരുന്ന 2 പേര് തന്നെ വധിച്ചു കൊല്ലുവാൻ നോക്കിയപ്പോൾ ഈ രാജാവിൻ്റെ ആമേൻ അരമനയിൽ എസ്തറിനോട് തൻ്റെ ചിറ്റപ്പനായിരുന്ന ആമേൻ മൊർദെഖായി കാര്യം പറഞ്ഞിട്ട് അതിന് യാതൊരു പാരിതോഷികവും കിട്ടില്ല. രാജാവിൻ്റെ ജീവനെ രക്ഷിച്ചത് മൊർദെഖായി ആയിരുന്നു. I mean, so we know about the story of Mordecai where he's able to pass the news where there was a plotting against the king. എന്നാൽ പ്രൊമോഷൻ അവിടെ കിട്ടി തൻ്റെ ശത്രുവായിരുന്ന ഹാമാന് കിട്ടി. I mean, so we see at that time that Mordecai is not honored, but rather Haman gets honored. പക്ഷേ ഹാമാന് പ്രൊമോഷൻ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് മൊർദെഖായി ദേഷ്യപ്പെട്ടില്ല. മൊർദെഖായിക്ക് യാതൊരു പരിഭവമില്ല. പക്ഷെ വീണ്ടും ഹാമാനാണ് പ്രശ്നം. Okay, now we see that Mordecai doesn't get bitter about the promotion that Haman experiences, but rather now Haman starts to get bitter. പക്ഷെ നമുക്കറിയാം തൻ്റെ പൈതലിന് വേണ്ടി ഒരു ദിവസം കർത്താവ് ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കിയത് ആ ലോകം കണ്ടിട്ടില്ലാതെ വണ്ണം ഈ ഹാമാന്റെ മുൻപിൽ തന്നെ ആ രാജ്യത്തെ ഏറ്റവും ഉന്നതനായി ആമേൻ. അത് മാത്രമല്ല ഈ മൊർദെഖായിയെ ഹാമാനെ കൊണ്ട് തന്നെ രാജാവിൻ്റെ വസ്ത്രവും ധരിപ്പിച്ച് കിരീടവും ധരിപ്പിച്ച് ആ രാജാവിൻ്റെ പദവിയിൽ ദേശത്തെല്ലായിടും കൊണ്ടുവന്ന് ചുറ്റി സഞ്ചരിക്കുവാൻ ദൈവം ഇടയാക്കി. പ്രിയമുള്ളവരെ, ഇതാണ് ശത്രുക്കളുടെ മുമ്പാകെ എൻ്റെ തമ്പുരാൻ നിനക്ക് വേണ്ടി മേശ ഒരുക്കുന്ന ദൈവമാണ്. And we see in the later days of Mordecai where God orders Mordecai and he uses Haman himself to exalt Mordecai, and this is the God we serve who prepares the table before our enemies. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. And we see in the next verse it says you anoint my head with oil. നമുക്കറിയാം ഈ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ ആടുകളെ പലസ്തീൻ നാട്ടിലെ ആടുകൾ ഇത് തമ്മിൽ ഇടികൂടുന്ന സമയത്ത് ഇതിൻ്റെ തലയിൽ മുറിവുണ്ടാകുകയും ഈ മുറിവ് ഈച്ചകൾ വന്ന് പറ്റി അതിനെ വലുതാക്കുന്നത് കൊണ്ട് ഒരു ഓയിൽ ഒഴിച്ചു കഴിയുമ്പോൾ ഈച്ചയ്ക്ക് വന്ന് പറ്റാൻ പറ്റത്തില്ല. അത് മാത്രമല്ല ഇത് മുറിവ് ഉണങ്ങാനും ഇത് പറ്റത്തുമില്ല. ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അതാണ് ഇവിടുത്തെ പശ്ചാത്തലം. And the background behind that verse is, goats, they fight with each other and might hurt each other's head. And so if the wound is not healed, that wound would it would get bad and affect the goat or the sheep. നമുക്കറിയാം അഭിഷേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനുള്ള അഭിഷേകമാണ് ദൈവമക്കൾക്ക് ദൈവം നൽകുന്നത്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിലുള്ള ഈ അഭിഷേകം കേവലം അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമുള്ളതല്ല. I mean, the anointing that is given to the children of God is not just to speak in tongues. യഥാർത്ഥമായി ദൈവത്തിന്റെ അഭിഷേകമുള്ള ദൈവത്തിന്റെ പൈതൽ ഒരു പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നെ നിന്ദിക്കപ്പെടുന്നിടത്ത്, നിന്നെ മുറിവേൽപ്പിക്കുന്നിടത്ത് നിന്നെ പിടിച്ചു നിർത്തുന്നത് ഈ അഭിഷേകമാണ്. I mean, it is the anointing that helps us sustain in midst of false accusations. അഭിഷേകമില്ലാത്ത ഒരു ദൈവ പൈതലിന് ഇതുപോലെ എതിർപ്പുകൾ വരുമ്പോൾ ഒരു ദൈവ പൈതലായി നിലനിൽക്കുവാൻ കഴിയത്തില്ല. I mean, if a child of God does not have an anointing, they are not able to stand in midst of persecutions. പ്രിയമുള്ളവരെ, ഒരു ദൈവ പൈതൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പണ്ടെല്ലാം നമുക്കറിയാം അവരുടെ ആഗ്രഹം അഭിഷേകം പ്രാപിക്കണം. I mean, we know in the past days, in the olden days, when the children of God are saved and baptized, their one desire is to receive the Holy Spirit. ഞാൻ ഈ വിശ്വാസത്തിൽ വന്നത് ആരും സുവിശേഷം പറഞ്ഞതല്ല. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ 15 വർഷം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പൂനെയിൽ വെച്ചിട്ടാണ് ഒരു ബ്രദർ എന്നോട്
ബൈബിള് വായിക്കാൻ പറഞ്ഞ് അങ്ങനെ തിരുവചനം വായിച്ച അടിസ്ഥാനത്തിലാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. And the reason I came to faith was not because somebody shared the gospel, but rather a brother who was working with me in the Indian Air Force encouraged me to read the Bible. അപ്പോൾ ഈ ബൈബിള് വായിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ മിക്കവാറും എൻ്റെ സംശയങ്ങളെല്ലാം മാറി. അതുമാത്രമല്ല, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു ദൈവ പൈതൽ ഒരു ജയകരമായ ജീവിതം നയിക്കണമെങ്കിൽ, ഒരു ദൈവ പൈതലായി ഈ ഭൂമി നിലനിൽക്കണമെങ്കിൽ അവന് അഭിഷേകമുണ്ടേ പറ്റൂ. I mean, having read the word of God, I understood that if a child of God once saved and baptized, if they have to have a victorious Christian life, they need to have the anointing of the Holy Spirit. അതിനുവേണ്ടി ഞാൻ ഈ വിശ്വാസത്തിൽ വന്ന് എനിക്ക് വേറെ ഒന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അസംബ്ലീസ് കോഡിൽ നിന്നോ, ഞാൻ അസംബ്ലീസ് കോഡിലെ ശുശ്രൂഷകനാണ്, അസംബ്ലീസ് കോഡ് കുണ്ട്ര അസംബ്ലീസ് കോഡിലെ ഒരു മെമ്പറാണ്. അപ്പോൾ അവിടെ ഒന്നൊരു ചർച്ചോ കോഡിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. അപ്പം ഞാനും ആ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോയി പങ്കെടുക്കാൻ പോകാൻ എത്ര ദിവസം എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. എൻ്റെ ഒറ്റ പോയിൻ്റാണ്, പ്രാർത്ഥന വിഷയം ഇതാണ്: വിവാഹം കഴിക്കാനല്ല, വീട് മേടിക്കാനല്ല, അതുപോലെ തന്നെ പിള്ളേരുടെ കാര്യം നോക്കാനല്ല, അഭിഷേകം കിട്ടണം. I mean, so there was only one desire during those days was to receive the baptism of the Holy Spirit, and I got to know about a fasting prayer, and I went with one prayer request that to be anointed. ഒരു ദിവസം ഉപവസിച്ചു, കിട്ടിയില്ല. I mean, I fasted on day one, and I didn't get any anointing. രണ്ടാമത്തെ ദിവസം ഉപവസിച്ചു, കിട്ടിയില്ല. I fasted again, I didn't receive the Holy Spirit. മൂന്നാമത്തെ ദിവസം ഉപവസിച്ചു, കിട്ടിയില്ല. I mean, I continued and I didn't receive the Holy Spirit again. നാലാമത്തെ ദിവസം വൈകുന്നേരം കിട്ടി. I mean, on the fourth day, I received the Holy Spirit. എൻ്റെ ദൈവത്തോട് പറഞ്ഞ കർത്താവേ, ഈ അന്യഭാഷ ഉണ്ടെങ്കിൽ, ഈ ഒരു അഭിഷേകമുണ്ടെങ്കിൽ, നിന്റെ വചനം പറയുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കും. ഇത് ലഭിക്കണം. I mean, so this I said, if the scripture does say that the people who receive the Lord will receive the Spirit, then I definitely need to receive the anointing of the Holy Spirit with tongues. അഭിഷേകം പ്രാപിപ്പാൻ ഇങ്ങനൊരു ദാഹം ഇപ്പോൾ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. I mean, I don't know if that desire still exists in the current generation. ഞാൻ ഇപ്പം ഞാൻ ശുശ്രൂഷിക്കുന്ന 8ാമത്തെ സഭയാ. I mean, now I'm ministering in the 8th church. ഈ 8 സഭയിൽ ഇന്ന് വരെ ഒരമ്മച്ചിയും എൻ്റെ അടുത്ത് വന്നിട്ട്, പക്ഷേ എൻ്റെ മോള് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട അവർക്ക് അഭിഷേകമില്ല, അതുകൊണ്ട് അഭിഷേകം പ്രാപിക്കാൻ പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് കൃപയാൽ ഇന്ന് വരെ ആ വിഷയം പറഞ്ഞിട്ടില്ല. I mean, in the past, all of the churches I ministered, not a single mom came and said, hey, my child has not received the baptism of the Holy Spirit, please can we have a fasting prayer for that? രക്ഷിക്കപ്പെടാത്ത മോളെ പാസ്റ്റർ അവൾക്ക് നല്ലൊരു ജോലി കിട്ടണം, അവിടെ പോകണം, അവൾ രക്ഷിക്കപ്പെടണമെന്ന് പോലും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടില്ല. I mean, I haven't even heard somebody say, oh, my child is not saved, please pray that they will get saved. പിള്ളേർക്കും സന്തോഷം, അമ്മയ്ക്കും സന്തോഷം. Now we see both the children are happy as well as the parents are happy there. പണ്ട് ഞങ്ങളൊക്കെ അതായത് 93 ഞാൻ വിശ്വാസത്തിൽ വരുന്നത്. അന്ന് ഈ അന്യഭാഷ പറയുമ്പോൾ അന്യഭാഷ പറയാത്തവരെ ഇങ്ങനെ നോക്കും. I mean, in the olden days, if there were people who didn't receive the baptism of the Holy Spirit and was not speaking in tongues, people who were not speaking, people would clearly notice them. ഇന്ന് ചില മീറ്റിംഗിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അന്യഭാഷ പറയുന്നോണം ആ പറയുന്നവൻ ആരാ നോക്കൂ. Okay, now it's reversed around. Those who worship God in tongues, they are the ones who are focused. നോട്ടം ഇന്നുകൊണ്ട് അന്നും നോട്ടമുണ്ട്. I mean, then and now people do look at certain people, but the goal is different now. പ്രിയമുള്ളവരെ, നമ്മൾ പെന്തക്കോസ്തുകാരാണ്. I mean, dear brothers and sisters, we are still in Pentecost. പെന്തക്കോസ്തിനെ എല്ലാറ്റിൽ നിന്നും വിഭിന്നമാക്കുന്നത് ഈ അഭിഷേകമാണ്. It is the anointing that distinguishes the Pentecost. അഭിഷേകം ഇല്ലെങ്കിൽ നമ്മൾ പെന്തക്കോസ്ത് എന്ന് പറയേണ്ട കാര്യമില്ല. I mean, if we don't have the baptism of the Holy Spirit, then we do not say we don't need to claim that we are Pentecost. ഞാൻ നേരത്തെ നിന്ന് യാക്കോബ സഭയിൽ നല്ല ആമേൻ വചനം അതിന്റെ അർത്ഥം വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാം കണ്ണ് അഞ്ചിക്ക് പോകുന്ന അർത്ഥങ്ങളുണ്ട്. ഞാൻ ഇന്നും ആലോചിക്കുന്നു, അഗ്നിമയന്മാർ ആരെ നോക്കി വിറച്ചിടുന്നു, അവനെ മേശയിൽ അപ്പം വീഞ്ഞായി നീ കാണുന്നു. ഇന്ന് കത്രുമേശ നമ്മുടെ മധ്യത്തിലുണ്ട്. ഇതിനെക്കുറിച്ച് അച്ഛൻ ഞങ്ങൾ തന്നു പറഞ്ഞ് എനിക്കൊന്നും പിടികിട്ടി, ഞങ്ങൾക്ക് എൻ്റെ അപ്പനും പിടികിട്ടി, ഞങ്ങൾക്ക് ആർക്കും പിടികിട്ടിട്ടില്ല. ഇങ്ങനെ പാടുന്ന പാട്ടിൻ്റെ അർത്ഥം എനിക്ക് പിടികിട്ടി. അഗ്നിമയന്മാര് വിറയ്ക്കുന്നവനാണ് ഈ അപ്പ വീഞ്ഞായിട്ട് നിന്റെ മുന്നിൽ ഇരിക്കുന്നതെന്ന് കാണണം നീ.
I mean, even the normal churches that I used to have really good word, and the songs that we sang had great depth. വചനമില്ലാഞ്ഞിട്ടല്ല, It is not because they didn't have the word there. പക്ഷെ അത് ഗ്രഹിക്കണമെങ്കിൽ I mean, if you need to understand that, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിക്കണം. and you need to have the Holy Spirit enlighten that within your hearts. കാരണം ഈ ലോകത്തിന്റെ ദൈവമായിരിക്കുന്നവൻ നമ്മുടെ കണ്ണുകളെ അന്ന് കുരുടാക്കി വെച്ചിരുന്നു. I mean, now we see that the God of this world has blinded our eyes in those days. എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നത് തിരിച്ചറിയുവാൻ എന്താണ് അവൻ നമ്മളെ വിളിച്ചിരിക്കുന്നത് ഇതെല്ലാം നമുക്ക് വെളിപ്പെടുത്തി. അത് മാത്രമല്ല, ദൈവത്തിൻ്റെ ആത്മാവ് സകലതും നമുക്ക് ഉപദേശിച്ചു തന്നു. In the recent days, God has enlightened our hearts, opened our eyes, and help us see the reason of our calling. And now the Holy Spirit constantly teaches us and directs us. അഞ്ചാമതായിട്ട്, ദൈവ പൈതൽ ഈ ഭൂമിയിൽ ഇതെല്ലാം തരണം ചെയ്ത് വരുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ നന്മയും കരുണയും അവനെ അനുഗമിക്കും. അവൻ നന്മയും കരുണയുടെ മുന്നേ പോയതല്ല, അതവൻ പറയാതെ തന്നെ അവനെ അനുഗമിച്ചുകൊണ്ടേയിരിക്കും. And the final point in that psalm is that a person who goes through this will experience goodness and mercy all the days of ഇത്രയും life. പടി കടന്ന ഒരു ദൈവ പൈതൽ, To a child of God who's gone through all of these steps, അവർ ചെന്നെത്തുന്നത് നിത്യജീവനിലേക്ക്. യേശു പറഞ്ഞു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അത് ഒരു നാളും അവർ നശിച്ചു പോകത്തില്ല. നശിച്ചു പോകാത്ത ഒരിടം ദൈവം വസിക്കുന്ന ഇടമാണ്. And to one who is able to go through all of these steps, they will reach the everlasting life, and God said, I will give them that everlasting life. എൻ്റെ സമയം പറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ നിർത്താൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, ഈ പകൽ വേളയിൽ നമ്മളിവിടെ കാനഡയിൽ ഒരു ബ്രദർ പറഞ്ഞു, ഞാൻ അതിനൊക്കെ നാട്ടിൽ ജോലിയുണ്ട്, അങ്ങനെ വന്ന് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടി പിടിച്ചിട്ടുണ്ട്. അവിടുത്തെ കാര്യമാണ് ഇത്. പറഞ്ഞപ്പോഴാണ് ഞാൻ വന്നിട്ട് 2 മാസമല്ല ഇവിടെ വന്നതിൻ്റെ കാര്യം, എൻ്റെ മരുമകൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അടുത്ത മാസമാണ് ഡേറ്റ്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു പോകും. കാര്യം 3 മാസത്തേക്കാണ് ലീവ് എടുത്ത് വന്നത്. അസംബ്ലീസ് കൂടി 3 മാസം കഴിഞ്ഞു, പിന്നെ 1 മാസം കൂടി കിട്ടും. അപ്പോൾ അങ്ങനെ 4 മാസത്തെ വേറൊരാളെ ആക്കിയിട്ട് വന്നത്. ഈ ഒരു ആവശ്യത്തിനാണ് വരുന്നത്, അല്ല ഞാൻ വരുത്തില്ലായിരുന്നു. The reason I came here is because my son and family are expecting a child, and that's the only reason I came here. അപ്പോൾ ഞാൻ പലരെയും ഇവിടെ വന്നപ്പോൾ ഒരു സഹോദരനെ കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ ഗൾഫിൽ നല്ല പൊസിഷനായിരുന്നു, ഞാൻ ഇരിക്കുന്നത് കറങ്ങുന്ന ചെയറിലായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പം പുള്ളിയുടെ മുഖത്തിന് വല്ലായ്മ. ഞാൻ ചോദിച്ചു, ഇപ്പം കറക്കമില്ല. ഞാൻ പറഞ്ഞു, ഇപ്പോഴും കറങ്ങും. അന്ന് ചെയർ നിങ്ങളെ കറക്കും, ഇപ്പം മറ്റുള്ളവരെ നിങ്ങളെ കറക്കും. കറക്കുന്നുണ്ട്, അത് തന്നെ പാസ്റ്റർ പറഞ്ഞു. ഇന്നും ഞാൻ കറങ്ങുന്നുണ്ട്, പക്ഷെ ചെയർ എന്നെ കറക്കുന്നില്ല. ഞാൻ ഇങ്ങനെ കറങ്ങുക. I was telling you for a moment where I met somebody who had a good job back in the Middle East and now is struggling over here. സത്യത്തിൽ നിങ്ങളെല്ലാവരും അഭിഷേകം പ്രാപിച്ചിരുന്നുള്ള എനിക്കൊരു തെളിവ് കിട്ടിയെന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ചിരിക്കുന്നുണ്ടല്ലോ. ഇവിടുത്തെ ഈ കഷ്ടതയുടെ പ്രയാസത്തിൻ്റെയും ഈ ജോലിയുടെയൊക്കെ നടുവിൽ, ഈ പ്രയാസത്തിൻ്റെ നടുവിൽ സന്തോഷത്തോടെ ഒരാൾ ഇരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേകം തന്നെ വേണം. കാരണം എന്തുവാ, ഞാൻ ഇത് ഫേസ് ചെയ്തതാണ്. എൻ്റെ മകൻ 2017 ഡിസംബർ മാസത്തിൽ ഇവിടെ എത്തിയെങ്കിലും ഈ ഞങ്ങളിവിടെ വരുന്നിടം വരെ PR കിട്ടിയിട്ടില്ല. ഞങ്ങളുടെ മനസ്സിലങ്ങ് ആകപ്പെട, ദൈവമേ അവനും ഭാരപ്പെടുന്നു, PR കിട്ടുന്നില്ല, എന്തു ചെയ്യാം. കൃപയാൽ ദൈവസനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ വന്ന് PR കിട്ടി, കാർഡും കൈ കിട്ടിയതിന് ശേഷം ഇപ്പോഴും ഞാൻ ശരിക്കും നോക്കടാന്ന് പറഞ്ഞു ഉള്ള ഇത്. കാരണം എമ്മാരി താമസിച്ചു 7 കാര്യം പോയിൻ്റൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അത് നാട്ടിൽ വന്നു, അതൊക്കെ സാധിച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞത് എന്തൊരു ടെൻഷനാണ് ഇത്ര. അത് മാത്രമല്ല, ഇനി തണുപ്പ് തുടങ്ങത്തുള്ളൂ. ഞാൻ ആദ്യമായിട്ട് ഇനി എന്നെ ഇവിടുത്തെ ഗവൺമെൻറ് പിടികിട്ടിയാൽ വിടത്തില്ല. ഞാൻ എൻ്റെ മോടത്ത് പറഞ്ഞു 3 ലക്ഷം രൂപ ചിലവാക്കി. ഇപ്പം 3 പോയുള്ളൂ, ഇനി 30 പോകാതെ നീ വരണ്ട, സ്റ്റോപ്പ്. മറ്റുള്ളവരുടെ അടുത്ത് പറഞ്ഞാൽ പറ്റത്തില്ല. എൻ്റെ പിള്ളേരുടെ കാര്യത്തിൽ എനിക്ക് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞു, നീ ഇങ്ങോട്ട് വരണ്ട, ഈ തണുപ്പിന് നിനക്ക് പറ്റത്തില്ല. അവിടുത്തെ ഏജൻസി പറയുന്ന അവർ അവിടെ നിന്നേ ജോലി ശരിയാക്കി വിടുക. ഞാൻ പറഞ്ഞു, അവന് വന്ന് അവിടെ ജോലി കിട്ടത്തില്ല, പിന്നെ ആണോ നിനക്ക് ജോലി കിട്ടുന്നത്? എൻ്റെ മോളടുത്ത് പറഞ്ഞിരിക്കുന്നത് അവർ 5 ഇൻ്റർവ്യൂ നടത്തിയിട്ട് ജോലി അവിടെ നിന്ന് ഒപ്പിച്ചു കൊടുക്കാന്ന്. ഞാൻ പറഞ്ഞു, അവൻ വന്നാൽ പറ്റത്തില്ലല്ലോ ഇവിടെ ജോലിക്ക്. അതുകൊണ്ട് ഇപ്പം 3 പോയുള്ളൂ, അത് ഞാൻ തരാം. ആ 3 പോയുള്ളൂ, അത് ഞാൻ തരാം.
തൽക്കാലം വീട്ടിൽ നിന്നവർ ആ ജോലി ഇപ്പോൾ ഉള്ള HR ആയിട്ട് ജോലി ചെയ്യുക, ഇത് ഏറ്റവും നല്ല ജോലിയാണ്. പ്രിയമുള്ളവരെ, എന്നാൽ ഇവിടെ വന്ന് നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളെ ദൈവം കൈവിടത്തില്ല. And one thing I want to tell you is God is not going to forsake you. ഒറ്റ കണ്ടീഷനാണ്, നിങ്ങൾ ദൈവത്തിന്റെ പൈതലായതുകൊണ്ട്. There's only one condition. നിങ്ങൾ You need to be a child of God. യേശുവിന്റെ ആടാണെങ്കിൽ, If you are the sheep of God, നിന്നെ എൻ്റെ യേശു പോറ്റും. and Jesus will truly provide for you. യഥാർത്ഥ ഇടയനോട് കർത്താവ് പറയുന്നത്, യോഹന്നാന്റെ മകനായ സീമോനെ, എൻ്റെ ആടുകളെ മേയ്ക്ക. This is what God, Jesus tells Peter, tend my sheep. ആടിനെ, അത് കഴിഞ്ഞ് എൻ്റെ ആടുകളെ പാലിക്ക. Then he says again, tend my sheep. എൻ്റെ കർത്താവ് മേയ്ക്കുകയും പാലിക്കുകയും ചെയ്തിട്ടാണ്. വലിയിടനാണ് കർത്താവ്, അവൻ്റെ കൊച്ചിടയന്മാരാണ് ഞങ്ങള്. I mean, Jesus is the great shepherd and we are the small shepherds. അപ്പോൾ കർത്താവ് മേയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കർത്താവ് പാലിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ കാനഡയിലല്ല, എവിടെയായിരുന്നാലും നീ ഇവിടെ വന്നു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ആടായതുകൊണ്ട് നിന്നെ പാലിക്ക തന്നെ ദൈവം ചെയ്യും. And because you are the sheep of God, wherever you go, എന്നാൽ God ഇവിടം will കൊണ്ട് protect you. നിർത്തത്തില്ല. But it നിന്നെ doesn't end എൻ്റെ with this. തമ്പുരാൻ താൻ വസിക്കുന്ന ഇടമായ ദൈവരാജ്യത്തിൽ നിന്നെ കൊണ്ടെത്തിക്കണം. അതിനു വേണ്ടിയാണ് നീ ഈ ഭൂമിയിലാകുമ്പോൾ പല പാതയിൽ കൂടി കടന്നു പോകുന്നത്, പ്രയാസത്തിൽ കൂടി കടന്നു പോകുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ പൈതലേ, ഏത് വിഷയമായാലും നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. ഈ കൂട്ടായ്മയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തൻ. അവൻ അന്ത്യം വരെ നിങ്ങളെ നടത്തും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. I mean, God is faithful to sustain you till you reach the everlasting home, and may God bless you with all of these words. ഇത്രയും സമയം അനുവദിച്ച് കർത്താവിൻ്റെ ദാസനോട് നന്ദി, വിശേഷ റെജിബറിനോട് കുടുംബത്തോടുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുന്നു വരും. I want to say thank you to the pastor and Reggie brother for giving this opportunity.